നമ്മളിപ്പോ സ്റ്റീലല്ല ചെയ്യുന്നത്. അപ്പോ നോർമലി ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനെ ഏതൊക്കെ രീതിയിലാണ് ഈ ഒരു പോസ്റ്റില് കടന്നു പോകുന്നത് സ്റ്റീല്? ഇപ്പോ നമുക്ക് 8 മുതൽ 32 mm സൈസിൽ വരെ നമുക്ക് TMT ബാർ അവൈലബിൾ ആണ് കൈരളിയുടെ. അപ്പൊ ഇതിന്റെ ഒരു ഇന്നത്തെ കൈരളി എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റഡ് ഇന്റഗ്രേറ്റഡ് റോളിംഗ് മില്ലാണ്. അതായത് അയൺ ഓർ മുതൽ ലാസ്റ്റ് TMT ബാർ വരെ കംപ്ലീറ്റ് പ്രോസസ്സിങ്ങും ഒറ്റ കമ്പനിയുടെ ഉള്ളിലാണ് വരിക. എന്നൊരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കാണാം, ഇതാണ് സ്പോഞ്ച് എന്ന് പറയും, അയൺ ഓർ ആണ്. ഇതിനെ മെൽറ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് ഈ ഷേപ്പ് ആക്കും. ഈ ഷേപ്പ് ആക്കുന്നതിന് മുന്നേ ഇതിലുള്ള ഓക്സിജൻ കണ്ടന്റ് ഒഴിവാക്കാനായിട്ട് ചേർക്കുന്ന 3 ഡീഓക്സിഡൈസിങ് ഏജന്റുകളാണ് ഇത്. ഫെറോസിലിക്കൺ, സിലിക്കോൺ, മാംഗനീസ്, അലുമിനിയം. ഇത് 3 ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലുള്ള ഓക്സിജൻ കണ്ടന്റ്സ് ഒഴിവാകും. അതിനുശേഷം ഇതിന് കാസ്റ്റ് ചെയ്യും. കാസ്റ്റ് ചെയ്ത് ഈ ഷേപ്പ് ആക്കി ഇതൊരു 3 മീറ്റർ ലെങ്ത്തിലാണ് വരിക. ഇതിനാണ് ബില്ലറ്റ് എന്ന് പറയാം. ഇത് കാസ്റ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ഇതിനൊരു 1100 ഡിഗ്രി സെൽഷ്യസ് ഇതിനുണ്ടാവും. അതേ ടെമ്പറേച്ചറിൽ നേരെ റോളിംഗ് മില്ലിൽ കയറ്റി ഹോട്ട് റോളിംഗ് ചെയ്ത് ഓരോ 8 mm ആണെങ്കിൽ 22 റോളിങ്ങോളം വരും. അപ്പോൾ അതിനനുസരിച്ച് സൈസ് കൂടുന്നതോറും റോളിങ്ങിന്റെ എണ്ണം കുറയും. ഹോട്ട് റോൾ ചെയ്ത് ഫൈനലി ഈ സ്റ്റേജ് ആക്കി എടുക്കും. ഇത് കംപ്ലീറ്റ് പ്രൊസീജിയർ കഴിഞ്ഞ് വരുമ്പോൾ ഇതിന്റെ പ്രിന്റിങ്ങിന് ശേഷം ക്വെഞ്ചിങ് എന്നൊരു പ്രൊസീജിയർ വരും. ആ ക്വെഞ്ചിങ് പ്രൊസീജിയറിൽ കൂടിയാണ് ഇതിന് 550 എന്നുള്ള ഗ്രേഡ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്നത്. ഇത് മാക്സിമം എത്ര ഗ്രേഡ് വരുന്നത്? 550. നമുക്ക് 600 വരെ ചെയ്യാനുള്ള ലൈസൻസ് നമുക്കുണ്ട്. 450 മുതൽ 600 വരെ ചെയ്യാം. അപ്പൊ കറന്റ് മാർക്കറ്റിൽ 550D ആണ് കൂടുതലും ആവശ്യക്കാര്. അപ്പൊ 550D ആണ് ഇപ്പൊ കറന്റ് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പിന്നെ കൈരളിയുടെ തന്നെ ഒരു പുതിയ പാറ്റന്റഡ് പ്രൊഡക്റ്റ് ആണ്. കൈരളി തന്നെ വികസിപ്പിച്ചെടുത്തുള്ള ഒരു അഡീഷണൽ കോട്ടിംഗ് ആണ്, കോട്ടൺ പ്ലസ് എന്ന് പറഞ്ഞിട്ട്. നോർമൽ TMT ബാറിന്റെ മേലെ ഒരു അലുമിനിയം സിങ്ക് കോട്ടിംഗ് ആണ് വരിക. ഇതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോട്ടിംഗ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതിന്റെ സർഫസ് റഫ്നെസ് നമുക്ക് നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ സിമെന്റ് ആയിട്ടുള്ള ബോണ്ടിങ് നല്ല ബോണ്ടിങ് നമുക്ക് സിമെന്റ് ആയിട്ട് കൊറോഷൻ പിടിക്കാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. 2 ടൈം എക്സ്ട്രാ ലൈഫാണ് നമ്മൾ പറയണത്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പിന്നെ പറയുകയാണെങ്കിൽ ഇത് ബെൻഡ് ചെയ്താൽ ഇതിന്റെ കോട്ടിങ് പോവില്ല. പിന്നെ പറയുന്നത് നമുക്ക് എപ്പോക്സി കോട്ടിംഗ് ആണ്. എപ്പോക്സി കോട്ടഡ് TMT ബാറാണ്. നമ്മൾ ഹൈവേ വർക്കിനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഗ്രീൻ കളർ പൗഡർ കോട്ടിംഗ് ആണ് വരിക. ഇതിലൊരു 15 രൂപ എക്സ്ട്രാ വരും. കോട്ടൺ പ്ലസ് ആണെങ്കിൽ 5 രൂപ എക്സ്ട്രാ പെർ kg വരും. ഇപ്പൊ നോർമലി എങ്ങനെ റേറ്റ് വരുന്നത്? റേറ്റ് ഇപ്പോൾ കിലോ 65, 66 അതിൻ്റെ ഉള്ളിൽ ചെറിയ വേരിയേഷൻ ഒക്കെ വരും. 65, 66 പെർ കിലോ ആണ്. ഏതൊക്കെ സൈസ് നമുക്ക് 8, 10, 12, 16, 20, 25. മാക്സിമം 25. പിന്നെ നമ്മൾ 32 ചെയ്യുന്നുണ്ട്. അത് റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യണം. റെഡി ആയിട്ട് ഈ ആഡിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ 25 വരെ ഉണ്ടാവും. 32 നമ്മൾ റിക്വയർമെന്റ് അനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തും. കൈരളി TMT അല്ല, കൈരളി TMT സ്റ്റീൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഒരു അറിവാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഓക്കെ.